ചെങ്ങായിമാർ ഇന്നലെ പത്തനംതിട്ട അടൂരിനുണ്ടല്ല ഷഹാന എന്ന പേരുള്ള മുസ്ലിം യുവതി ഉണ്ടല്ല കൊല്ലപ്പെട്ടു. ആ കൊലപാതകത്തിന് പിന്നിൽ BJP-കാരനായ അരുൺകുമാർ എന്ന ശ്രീകുട്ടനാണെന്നാണ് കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മരണപ്പെട്ട മുസ്ലിം യുവതിയും BJP-കാരനായ ശ്രീകുട്ടനുണ്ടല്ല ഇവർ തമ്മിൽ കുറച്ചു കാലമായി അടുപ്പത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും മരണം അറിഞ്ഞിട്ട് ഈ ഷഹാനയുടെ വീട്ടിൽ ആൾക്കാർ പോകുമ്പോൾ ഈ BJP-കാരനായ അരുൺകുമാർ ഉണ്ടല്ല ഈ അരുൺകുമാർ ആ വീട്ടിലുണ്ടായിരുന്നു. ആ വന്ന ആൾക്കാരുടെ BJP-കാരനായ ഈ പ്രതി എന്താ പറഞ്ഞെന്നറിയാം, ഈ ഷഹാന ഉണ്ടല്ല ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി കഴുത്തിൽ കുരുക്കിട്ടിട്ട് സ്റ്റെയറിന്റെ മുകളിൽ നിന്നായിരുന്നു. അവിടുന്ന് അബദ്ധത്തിൽ താഴെ വീണിട്ട് കഴുത്തിൽ കുരുക്ക് മുറുകിയിട്ടാണ് ഈ യുവതി മരണപ്പെട്ടതെന്നാണ് ഈ BJP-കാരൻ ആ വന്ന ആൾക്കാരോട് പറഞ്ഞത്. ഈ ചാണക സംഖ്യ പറഞ്ഞ ഈ വലിയ കള്ളുണ്ടല്ലോ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലെ പല മാധ്യമങ്ങളുണ്ടല്ല ഇതിന് ആത്മഹത്യയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. 2 ദിവസം മുന്നേ ഉസ്ബെക്കിസ്ഥാനിലുണ്ടായ കൊലപാതകം ഉണ്ടല്ല ആ കൊലപാതകത്തെ ലവ് ജിഹാദായിട്ട് ചിത്രീകരിച്ച നമ്മളെ കേരളത്തിലെ പല മാധ്യമങ്ങളെയും ചാണക സംഖ്യകളും ഈ വിഷയം അറിഞ്ഞ ശേഷം ഉണ്ടല്ല എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ഷഹാനയുടെ ഉമ്മയുണ്ടല്ല ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കില്ല കൃത്യമായി ഇതൊരു കൊലപാതകമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പത്തനംതിട്ട അടൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കുടുംബം പറയുന്നു. ഷഹനയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്ന് മാതാവ് ഷീജ പ്രതികരിച്ചു. അതൊന്നും എന്റെ മോള് ചെയ്യത്തില്ല. എന്റെ അടുത്തുനിന്ന് അപ്പഴും കുഞ്ഞിനെയും കൊണ്ട് ജോലി കഴിഞ്ഞ് വന്ന് 6:30-ക്കും 7 മണിക്കും ഇടയ്ക്ക് നടന്ന സംഭവമായിരുന്നു. മോള് വീട്ടിൽ വരുമ്പോൾ മുത്തൂറ്റി ജോലിയാണ്. മോനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്ന വഴിക്ക് ഇവിടെ വന്ന് കയറിയപ്പം അവൻ പുറകെ വന്ന് ചെയ്തതാണ്. അത്രയും സമയം 7 മണിക്കകം വെച്ച് ഇതെല്ലാം നടന്നു. വിനേഷ് കുമാർ വാർത്തയോട് വിവരങ്ങൾ. വിനേഷ്, ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരാണെന്ന് പോയി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? വിനേഷ്, ഇന്നലെ വൈകിട്ടാണ് സംഭവം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അടൂരിലാണ്. അടൂരിൽ അവരുടെ വീടിന് മുമ്പിലാണുള്ളത്. ഇവിടെയാണ് ഷഹനയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് ഇവർ തമ്മിൽ എന്തോ സംഘർഷവും ബഹളം എല്ലാം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ വാർഡ് കൗൺസിലർ അവരെ അറിയിക്കും. വാർഡ് കൗൺസിലർ ഇവിടെ എത്തുന്ന സമയം, അതായത് രാത്രിയാണ് എത്തിയത്. രാത്രി 9 മണിയോടുകൂടി വാർഡ് കൗൺസിലർ വരുമ്പോൾ ഡോർ പൂർണ്ണമായി അടച്ചിട്ടില്ലായിരുന്നു. ഡോർ തള്ളി തുറന്നതോടുകൂടി തൂങ്ങി നിൽക്കുന്ന ഷഹനയാണ് കണ്ടത്. ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെ ഈ സുഹൃത്തായ ഇവരുടെ സുഹൃത്തെന്ന് പറയുന്ന അരുൺ ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു. അയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്ക് മറ്റേതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് പത്തനംതിട്ട SP R ആനന്ദ് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ ഉമ്മ പറയുന്നത്, അവരുടെ ഉമ്മ അല്പസമയം മുമ്പ് ഷീജ നമ്മോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാണ്, മോൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, അവൾക്ക് കൃത്യമായി തന്നെ ജോലിയുണ്ട്. കാരണം ഈ ഉമ്മയും ഒരു കുഞ്ഞും ഷഹനയും ഇവിടെ ഒരുമിച്ചാണ് താമസം. ഭർത്താവുമായി അകന്ന് താമസിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഉമ്മ സ്ഥലത്തിലായിരുന്നു. കുഞ്ഞു സ്കൂളിലേക്കും കൊണ്ടുവിടലൊക്കെ ഉമ്മയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ 2 ദിവസം ഉമ്മ ഇല്ലാത്ത സമയത്താണ് ഇയാൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. ഇയാളുമായിട്ട് നേരത്തെ ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അതിലേക്കെല്ലാം തന്നെ പോലീസ് കൃത്യമായി തന്നെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ ഇവിടെ കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. നമ്മളെ നാട്ടിലെ മാധ്യമങ്ങൾക്കും പോലീസിനുണ്ടല്ല ഇതുവരെ ഇതൊരു കൊലപാതകമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ബോധവുള്ള ആൾക്കാർക്കുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം വാർഡ് മെമ്പർ മരണാർജിട്ട് ആ വീട്ടിൽ 9 മണിക്ക് പോകുമ്പോൾ ഈ BJP-കാരനായ അരുൺകുമാർ ഉണ്ടല്ല അവരുണ്ടല്ലോ ആ വീട്ടിൽ തന്നെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലും വലിയ എന്തെങ്കിലും തെളിവ് വേണോ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഈ ഫോട്ടോ ഉണ്ടല്ലോ മരണവിവരം അറിഞ്ഞിട്ട് അവിടുത്തെ ഒരാളുണ്ടല്ലോ ഒരാളെടുത്ത ഫോട്ടോ ഇത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കൊലപാതകമായ BJP-കാരനായ അരുൺകുമാർ. ആ റെഡിൽ വട്ടത്തിൽ വരച്ചിട്ടുണ്ടല്ലോ ഇവന്റെ കാലിൽ കാണുന്ന രക്തത്തിന്റെ കറയാണ്. ആ ബേക്കിൽ പച്ചയിൽ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഷഹാനയുടെ ബോഡി കിടക്കുന്നത്. അത് മുട്ടുമടക്കിയ രീതിയിലാണ് ആ ബോഡി തൂങ്ങിക്കിടക്കുന്നത്. മുട്ടുമടങ്ങിയിട്ട് ആൾക്കാർ തൂങ്ങി മരിക്കുന്ന സംഭവം ഉണ്ടല്ല നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മരണപ്പെട്ട ഷഹാനയുടെ ബോഡിയുടെ ചിത്രം ഉണ്ടല്ല യൂട്യൂബ് വിടാത്തത് കൊണ്ട് മാത്രമാണ് ഇറക്കണില്ല നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ നമ്മളെ പോലീസ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ഉണ്ടല്ല അടിപിടി കൂടിയ എല്ലാ ലക്ഷണവും ഉണ്ടെന്ന്. എന്നിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരന്റെ ബുദ്ധിയൊന്നും വേണ്ട, ഒരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാകും. പക്ഷെ എന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലീസിനുണ്ടല്ല ഇതുവരെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ഇവൻ BJP-കാരനല്ലാന്ന് കുറെ ചാണക സംഖ്യകൾ അടിച്ചു വിടുന്നുണ്ട്. ഇവനൊരു പക്കാ BJP-കാരനാണെന്ന് ഇവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില്ലേ അത് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി ഞാൻ നിങ്ങൾക്കിട്ടില്ല ഇവൻ BJP-ന്റെ സാധാരണ പ്രവർത്തകനല്ല, BJP-ന്റെ ഒരു നേതാവാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തെളിവ് കാണിച്ചു തരാം. യുവമോർച്ച ഏഴംകുളം ഏരിയ മീഡിയ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺകുമാർ എന്ന ശ്രീകുട്ടൻ ഏഴംകുളക്ക് അഭിനന്ദനങ്ങൾ. മുൻപ് യുവമോർച്ച ഏഴംകുളം ടൗൺ യൂണിറ്റ് പ്രസിഡന്റായി ചുമതല വഹിച്ചിട്ടുണ്ട്. ഓരോ ചാണക സംഖ്യയിലെ ഈ തെളിവ് പോലെ നിങ്ങൾക്ക് ഇവൻ വെറുമൊരു ചാണകമല്ല, നിങ്ങളെ കൂട്ടത്തിലെ ചാണകത്തിന്റെ നേതാവാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ഒരു തെളിവ് പോലെ. ഈ ഷഹാനി ഇവരും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അവീതമോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് സംഖ്യയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇനി മുസ്ലിം കിട്ടില്ല ലവ് കുരുക്ഷേത്രാന്ന് തിരിച്ചു പറയാൻ പറ്റും. അതായത് ഈ ചാണക സംഖ്യയുള്ള ഈ മുസ്ലിം യുവതിനെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവും. നീ മതം മാറിയാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഈ സംഖ്യയിടില്ല ആ യുവതിയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടയിലായിരിക്കും ഈ സംഖ്യയിടില്ല ആ യുവതിയെ കൊലപ്പെടുത്തിയത്. ഞാനിത്
വെറുതെ പറയുന്ന ആരോപണം എന്നല്ല, അങ്ങനെയും സംഭവിക്കാലോ. അതായത് നമ്മുടെ നാട്ടിലെ BJP-ക്കാർക്കല്ലേ എപ്പോ വന്നിട്ട് എന്ത് ആരോപണം ഉന്നയിക്കാൻ പറ്റുമെങ്കിൽ നമുക്കുണ്ടല്ല ഇതുപോലുള്ള ആരോപണം ഉന്നയിക്കാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ നാട്ടിൽ ഒരു ചാണകസംഖ്യയും ഒരാഴ്ചത്തേക്കുണ്ടല്ല ലവ് ജിഹാദ് എന്നുള്ള ആരോപണം ഉണ്ടല്ല, ആ ആരോപണമായിട്ട് എവിടെയും കാണാൻ പറ്റൂല. വേണമെങ്കിൽ നമ്മുടെ നാളെ സംഖ്യ ഉണ്ടല്ല തിരിച്ച് വേറൊരു ആരോപണം ഉന്നയിക്കും. അതായത് ഈ BJP-കാരനായ അരുൺകുമാറില്ലേ, അരുൺകുമാറിനെ മതം മാറ്റാൻ വേണ്ടി ഷഹാന ശ്രമിച്ചു. ആ ശ്രമം നടക്കാത്ത സങ്കടത്തിലാണ് ഷഹാനയുണ്ടല്ല ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മുടെ നാട്ടിലെ സംഖ്യ അടിച്ചുവിടും. അങ്ങനെ വരെ ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന നാണവും മാനവും ഉളുപ്പില്ലാത്ത ടീമാണ് നമ്മുടെ നാട്ടിലെ സംഖ്യകൾ. ഇനി ഞാൻ നിങ്ങൾക്കിട്ടില്ല ഇതിന്റെ കൂട്ടിയിട്ടില്ല വേറൊരു വാർത്ത കൂടി കാണിച്ചുതരാം. ഈ സംഭവം നടന്നത് കേരളത്തിലല്ല, ഹരിയാനയിൽ നടന്ന ഒരു സംഭവമാണ്. ആ സംഭവം ഒരു മുസ്ലിം യുവതിയുടെ കൊലപാതകം തന്നെയാണ്. ഗുർഗോണിലെ പ്രമുഖ IT കമ്പനിയായ ഒപ്റ്റത്തിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിനി ഇൻഷാറ അയ്യൂബും ഛത്തീസ്ഗഡ് സ്വദേശി സേത്ത് മല്ലിക്കും. ഇൻഷാറ ജാമ്യ മില്ലിൽ നിന്നും മല്ലിക് NIT റായ്പൂരിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികളായത്. ആദ്യം PG ഹോസ്റ്റലിൽ കഴിഞ്ഞിരുന്ന ഇൻഷാറ ഈ മാസം 1-ാം തീയതി മുതൽ മല്ലിക്കിന്റെ സെക്ടർ 55-ലെ ഫ്ളാറ്റിലേക്ക് താമസം മാറി. തന്റെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തു 4-ാം ദിവസം ഇൻഷാറ ഫ്ളാറ്റിൽ തലയർത്ത് കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ശരീരത്തിലുടനീളം 6ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. കണ്ടല്ലോ, ആ മുസ്ലിം യുവതിയുണ്ടല്ല സംഖ്യയുണ്ടല്ല കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. ദൗർഭാഗ്യവശാൽ ഈ സംഭവം നമ്മുടെ നാട്ടിലുണ്ടല്ല വാർത്തയേ ആയിട്ടില്ല. നേരെ മറിച്ച് കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദു യുവതിയും കൊലപാതകം ഒരു മുസ്ലിമാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇതിപ്പോണ്ടല്ല എത്രമാത്രം ചർച്ചയായിട്ടുണ്ടാവും. ഈ പ്രശ്നത്തിന്റെ പേരിൽ ചാണകസംഖ്യ ഇന്ത്യയിലുള്ള എന്തെല്ലാം പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ മരണപ്പെട്ടത് ഒരു മുസ്ലിം യുവതിയും കൊലപാതകം ഒരു ഹിന്ദു ആയതുകൊണ്ട് ഈ സംഭവം ചർച്ചയേ ആയില്ല. എന്തിന് UP-യിലെ തന്നെ പല BJP നേതാക്കന്മാരും എന്തൊക്കെയാണ് പറഞ്ഞത്? മുസ്ലിം യുവതികളുണ്ടല്ല പ്രേമിച്ചിട്ട് മതം മാറ്റി ഹിന്ദു ആക്കി കഴിഞ്ഞാൽ സംഖ്യക്കെട്ടില്ല എത്ര ലക്ഷങ്ങൾ കൊടുക്കാന്നല്ലേ ഓരോ BJP നേതാക്കന്മാർ പറയുന്നത്. ഇത്രയും പച്ച വർഗീയത BJP നേതാക്കന്മാർ പറഞ്ഞിട്ട് ആർക്കെതിരെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ? BJP-യുടെ ഭരണത്തിൽ അങ്ങനെ പറഞ്ഞ സംഖ്യക്കെതിരെ കേസെടുക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഇനി ഈ BJP നേതാക്കന്മാർ കൊടുക്കുന്ന ഈ ഓഫർ കണ്ടിട്ട് എത്ര സംഖ്യയുണ്ടല്ല മുസ്ലിം യുവതികളെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ എത്ര ക്രൂരതകൾ ആ നാട്ടിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതൊന്നും ചർച്ചയേ ആവുന്നില്ല. പ്രത്യേകിച്ചിട്ട് അടൂരിൽ കൊല്ലപ്പെട്ട ഷഹാന എന്ന മുസ്ലിം യുവതിയുടെ കൊലപാതകം ഉണ്ടല്ല, ആ കൊലപാതകം വാർത്തയേ ആകുന്നില്ല, ചർച്ചയേ ആകുന്നില്ല. അതിന്റെ മെയിൻ കാരണം ഇതുണ്ടല്ല ഇതൊരു അവിഹിത ബന്ധത്തിനിടയുണ്ടായ കൊലപാതകമാണല്ല, അതുകൊണ്ട് ഇതുണ്ടല്ല ചർച്ചയാകുന്നില്ല, വാർത്തയാകുന്നില്ല. പക്ഷെ ഈ അവിഹിതത്തിന്റെ അപ്പുറം ഉണ്ടല്ല ഒരു BJP-കാരന്റെ ക്രൂരതയുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ തൽക്കാലം നിർത്തുന്നു. കൊല്ലപ്പെട്ട ഷഹാനക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.